ആ ഗേറ്റ് അടച്ചിട്ടാ? ഓ അടച്ചിട്ട്. ഒരു പട്ടി ഇവിടെ ഇടയ്ക്കിടയ്ക്ക് കയറി വരും, ഭയങ്കര ശല്യം. അടച്ചിടണേണ് നല്ലത്. എന്നാ അകത്തുള്ള പട്ടിയെ പുറത്തുള്ള പട്ടി വന്ന് കടിക്കൂലല്ല. പട്ടി പോട്ടി എവിടെ? പൂച്ച. മാമ ടിവിയുടെ റിമോട്ട് എടുത്തായിരുന്നോ? മാമൻ ടിവിയെ കാണാറില്ല, പിന്നെ എന്തിനാണ് മാമന് റിമോട്ട്? അച്ഛനെടുത്തായിരുന്നോ? എനിക്കെന്തിന് റിമോട്ട്? അത് ടിവിയിലെ. എടാ ശ്രീകുട്ട, 2 തേങ്ങ വെച്ചാ. പാര ഇരിപ്പുണ്ട്, എടുത്ത് പൊതിക്കട്ടാ. നീലു, നീ ആ ഗേറ്റിന്റെ അടുത്ത് വരെ പോ. അങ്ങോട്ട് പോ. സമയമില്ലാത്ത ആ കുറച്ചുകൂടെ പോ. മതിയാ? കുറച്ചുകൂടെ പോ. മതിയാ? ചേച്ചി അത് തുറന്നിട്ടിരുന്നു വാ. തുറക്കല്ലേ. മാമ ടിവിയുടെ റിമോട്ട് കാണാനില്ല. ഇപ്പൊ തുറന്ന് പിന്നെ തുറക്കൂല. തുറന്നിട്ടിരിക്കു വാ. തുറക്കല്ലേ. മാമ ടിവിയുടെ റിമോട്ട് കാണാനില്ലെന്ന്. ഞാൻ കണ്ടില്ല. പിന്നെ അതെവിടെ പോയി? ഇത് വെച്ചിട്ടാണ് കളി. ചേച്ചി കണ്ട ആ ഗേറ്റിന്റെ അടുത്ത് എന്തോ കുന്ത്രണ്ട വെച്ചിട്ടുണ്ട്. ഇത് ഇവിടെ നിന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് അത് തുറക്കും. അങ്ങനെ എന്നാ കണ്ടാണ് പരിപാടി. അതോടെ നിക്കട്ടെ, വെറുതെ നമ്മുടെ പറഞ്ഞിട്ട് എന്തിനാ? തുറക്കണ്ട അടക്കണ്ട. എടാ അങ്ങനല്ല, ഇപ്പൊ റിമോട്ട് വെച്ച് തുറക്കും. കുറച്ച് കഴിയുമ്പോ നമ്മളങ്ങ് ചെല്ലുമ്പോ ഗേറ്റ് അങ്ങ് തുറക്കും. കാറ്റടിച്ചാ തുറക്കും. കാറ്റടിക്കണം തുറക്കണമെങ്കിൽ. ഇങ്ങ തുറന്നിങ്ങ വരും. കള്ള അച്ഛൻ പച്ച മലയാളത്തിലാണ് ചോദിച്ചത് ടിവിയുടെ റിമോട്ട് കണ്ടോന്ന്. പണി പരീക്ഷണം പോലും. മനുഷ്യയുടെ അടുക്കളയിൽ 100 കൂട്ടം പണി കിടക്കുമ്പോഴാ. അളിയ ഒരു കാര്യം ചോദിക്കട്ടോ, ഈ റിമോട്ട് വെച്ചിട്ട് തേങ്ങ ഇടാൻ പറ്റുമോ? അല്ലാതെ ഞാൻ തേങ്ങ ഇട്ട് തരാം. കാണാനക്ക് ഇല്ല, റിമോട്ട് ഇട്ട് പ്രസ് ചെയ്യുമ്പോൾ മതി. പ്രസ് ചെയ്യുമ്പോൾ തേങ്ങ എഴുതാൻ മതിയാ? വീണാ മതി. അപ്പൊ അവിടെ ഇരി, പറഞ്ഞുതരാം. അടാ ഇപ്പൊ ഗ്യാറ്റെങ്കിലും ഉണ്ട്. വാടാ, തേങ്ങ ഇടണ കാണവന് എന്ത് ചെയ്താലും ഇടയ്ക്കൂടെ കയറി വരും നശിപ്പിക്കാൻ. ഹലോ, അതെ കേശവ ബാലകൃഷ്ണൻ മദറാണ്. ആരാണ്? ആ സാർ. ആ എന്തിനാണ് സാർ? ആ ശരി, ഫാദർ ഇവിടെ ഇല്ല സാർ. ആ വരാം. താങ്ക് യു സാർ. സ്കൂളിലൊന്ന് പോവോ? ഞാനാ? എന്തിന്? കേശുവിനെ സ്കൂളിൽ നിന്ന് വിളിച്ചിരുന്നു പ്രിൻസിപ്പള്. എന്ത് കാര്യം? അതറിയില്ല. ബാലൊന്ന് പോവോ? എനിക്ക് ഭയങ്കര ടെൻഷൻ. ഞാൻ പറ്റൂല പോയാ. ഞാൻ പോവാനാ? നീല് തന്നെ പോണം. അമ്മയോളം വരില്ലല്ലോ അച്ഛൻ, ഇല്ലടാ? അതെ. അച്ഛനെ സ്കൂളിലൊന്നും കൊണ്ടുവരാൻ കൊള്ളാത്ത ആളാണെന്ന് പറഞ്ഞാൽ മതി. എടാ നീ ഒന്ന് വരുമോ? ഞാൻ പറഞ്ഞോ, അവന്റെ കേസാണ്. പല വശപശകം കാണും. ഡേയ്, കഴിഞ്ഞ മാസം സയൻസ് എക്സിബിഷന് ഞാൻ ഒരു സംഭവം ഉണ്ടായി കൊടുത്തു. ഇനി അതിനെപ്പറ്റി ചോദിക്കാനാണ് വിളിക്കണേ. ചിലപ്പോ അതിനായിരിക്കും. ചെന്ന് കയറിക്കൊടു. ചേച്ചി പോട്ടെ കേട്ടോ അങ്ങോട്ടൊന്നും. എടാ ഒന്ന് പെട്ടെന്ന് വാ, എനിക്ക് എന്തായാലും ഓഫീസിൽ പോണല്ലോ. നീ വാ. ഇനി സ്കൂളിൽ വിളിച്ചു വരുത്തിയിട്ട് പോലീസിന് പിടിച്ചു കൊടുക്കാനാണോ എന്തോ? അവന്റെ കേസായതുകൊണ്ടാണ്. അവൻ എൻ്റെ മോനാണ്, അതുകൊണ്ടാണ് എനിക്ക് സംശയം. ചേച്ചി എന്തായാലും ഇറങ്ങും, ഞാൻ കൂടെ വരാം. അനന്തരവിന് വേണ്ടിയിട്ട് വീരമൃത്യു വരിക്കാനും ഈ മാമൻ തയ്യാറാണ്. ഇവിടെ തന്നെ കുത്തിപ്പിടിച്ചിരുന്നോ, എങ്ങും പോണ്ട. എന്തേടേ ചേച്ചി, അളി എത്ര പറഞ്ഞാലും നന്നാവില്ലെന്ന് ചേച്ചിക്ക് അറിഞ്ഞൂടെ? കളിപ്പിള്ളാടാ ഇടിച്ചു കളിക്കേ. അച്ഛാ, പഴുത്ത പപ്പായ, വെണ്ണ, തക്കാളി, കുക്കുംബർ, ഇത്രയും സാധനം വേണം. മേടിച്ചു തരുമോ? ഈ തക്കാളി വെണ്ണയും കൂടെ എങ്ങനെ കഴിക്കണേ? ഇതൊന്നും കഴിക്കാനല്ല, എന്റെ മുഖത്ത് തേക്കാനോ. അവിടെ തിന്നാനില്ല, മുഖത്ത് വാരി തയ്ക്കാം. അച്ഛാ, ഇതെന്താ ബെൽറ്റ് പോകുമ്പോ? അച്ഛൻ എന്തെന്നാ കാണിക്കുന്നേ? ആണ്ടേ, ഗേറ്റ് തുറന്ന് മലത്തിട്ടേക്കല്ലേ, ആർക്ക് വേണേ കയറി ഇറങ്ങാല്ല. ഒന്നാമത് നിങ്ങൾ വളർന്നു വരെയാണ്. അപ്പൊ ഇവിടെ ആരൊക്കെയാണ് വരണമെന്ന് അച്ഛനെ അറിയണം. പിന്നെ നിന്റെ കുട്ടുമാമനെ ആ ഗേറ്റിന്റെ അവിടെ വന്നാ അച്ഛനെ അറിയണം. അല്ല, അതിനുവേണ്ടി ഞാൻ ഒരു ക്യാമറ ഫിറ്റ് ചെയ്യണുണ്ട്. ക്യാമറ അല്ല ഫിറ്റ് ചെയ്യാൻ, പന്നിക്ക് വെക്കണ കെണിയാണ് വയ്ക്കാൻ. അച്ഛൻ എന്തൊക്കെയാ പറയുന്നേ? എടീ, ഇതൊക്കെ മോളെ സെൻസറിന്റെ കളിയാണ്. സെൻസിൽ അതൊക്കെ ഓരോന്ന് വിളിച്ച് പറയുന്നു നോക്ക്. ആ, ഈ പരീക്ഷണം ഒന്ന് വിജയിച്ചോട്ട് അച്ഛനെ 10 പേര് അറിയും. അറിയും. ആ അച്ഛാ, അമ്മയും കുട്ടുമാവനവിടെ പോയി? ആ, എനിക്കറിഞ്ഞൂടാ മോളെ. അച്ഛനെ ഇതുകൊണ്ട് ഗേറ്റിൻ്റെ ഇട വയ്ക്കും. മോള് ഈ റിമോട്ട് ദാണ്ട ഇങ്ങനെ പോയാ. നമ്മളെ സഹായിക്കാൻ ഇവിടെ ആരുമില്ല. പുറകിടന്ന് പരിങ്ങാതെ പെട്ടെന്ന് നടക്കണേ ഇങ്ങോട്ട്. കാല് വേന എടുക്കുന്നമ്മേ. കാല് അവത്തേക്ക് വാ, ശരിയാക്കി തരാം. നീ മുട്ടയെന്ന് വിരിഞ്ഞല്ലേടാ? മുട്ടേന്ന് ഞാൻ തോന്നുന്നു കോയിക്കുഞ്ഞോ. പണച്ചെലവും പരിയാസമൊക്കെ തള്ളക്ക്. അച്ഛൻ ആനന്ദം.
നിനക്ക് നാളെ അടി വേണം തരാം. ഓ കയറ്, ഞാൻ കാണിച്ചു തരാം. ഇങ്ങോട്ട് വാ. എന്ത് പ്രശ്നം? എന്ത് ഭക്ഷണമൊക്കെ പിന്നെ പറയാം. അത് ഞാൻ വല്ല പോയി കഴിച്ചിട്ട് വരാം. നിക്കടാ അവിടെ. എവിടെ പോണു നീ? പച്ചവെള്ളം തരത്തില്ല നിനക്ക് ഇവിടെ നിനി. എന്തോന്നടി ഇത്? നിന്റെ പാവം കണ്ട അവ ആരെ കൊന്നിട്ട് വന്ന് നിൽക്കും പോലെ ഉണ്ടല്ലോ. എന്നാ കുഴപ്പമില്ലായിരുന്നല്ല. ഇത് അങ്ങനെ എങ്ങനെയാണ്? ചേച്ചി എന്തൊന്നും മിണ്ടായിക്കണേ? പറഞ്ഞോട് മോന്റെ ലീലാവിലാസങ്ങള്. അവൻ സ്കൂളിൽ ഒരു കൊച്ചിനെ ലവ് ലെറ്റർ കൊടുത്തിട്ട് വന്നിരിക്കുക. ലവ് ലെറ്റർ അല്ല, പ്രേമലേഖനം. രണ്ടൊന്നല്ലേ മാമ? മിണ്ടരുത് നീ. പ്രിൻസിപ്പൾ ഇത് പറഞ്ഞപ്പോഴേ തൊലി ഉരിഞ്ഞു പോയി മനുഷ്യന്റെ. എന്നാലും നീ എന്തോന്നടാ ചെയ്തത്? നാണക്കേട്. അപ്പൊ പിന്നെ എന്തൊരു നാണക്കേട്? ഇത് സ്കൂളിൽ ഇപ്പൊ എല്ലാവരും ചെയ്യുന്നത് തന്നെ. ഇപ്പം ഗേൾഫ്രണ്ട് ഇല്ലെങ്കിലാ നാണക്കേട്. നീ ലവ് ലെറ്റർ കൊടുക്കാനാടാ സ്കൂളിൽ പോണേ? ഏതായാലും സ്കൂളിൽ പോണം. അപ്പൊ അതിന്റെ കൂടെ ഇതും കൂടെ ആവട്ടെ എന്ന് വിചാരിച്ചു. വേണ്ടാത്ത പണിയും കാണിച്ചിട്ട് തർക്കുത്തരം പറയണ. നിങ്ങൾ കൂടുതൽ അഭിനയിക്കല്ലേ? നിങ്ങളെ അവനെ ചീത്താക്കണേ. ഞാൻ എന്ത് ചെയ്തടി? പിള്ളേരെ വളർത്താൻ വേണം, വളർത്തിയില്ല. പിള്ളേരെ എങ്ങനെ വളർത്തണമെന്ന് ഞാൻ പഠിപ്പിച്ചു തരാം. ഭാര്യയും മക്കളും ഇല്ലാത്ത നിന്റെ സ്കൂളിൽ ഞാൻ പഠിക്കാൻ വരടാ പിള്ളേരെ എങ്ങനെ വളർത്തണമെന്ന്. നിങ്ങളെ പോലുള്ളവരൊക്കെ ആദ്യം പട്ടിക്കുട്ടിയെ വാങ്ങിച്ച് വളർത്തണം, എന്നിട്ട് വേണം കുട്ടിയെ വളർത്താൻ. നീ ഇവിടെ അതില്ലേ, ഞാൻ വളർത്താം. അച്ഛാ എന്താ പ്രശ്നം? പടയെടുത്തു പയ്യെ പറ. കൊച്ചിടന്ന് ഉറങ്ങുന്നു. ഇതൊന്തൊരു കഷ്ടം. കേശു, ഇനി വല്ലോ ഇങ്ങനെ കാണിച്ചോണ്ടല്ലോ അച്ഛനെ നിനക്ക് അറിഞ്ഞൂടാ. നാടകം തുടങ്ങി. ഞാൻ പോണു. നിങ്ങൾ അച്ഛനും മോനോ എന്ത് വേണമെങ്കിലും അയക്കും. എടാ, ആ പെണ്ണിനെ കാണാൻ എങ്ങനെയാ? സുന്ദരിയാണോ? പിന്നെ അടിപൊളിയാ. പക്ഷേ ഇച്ചിരി ജാട കൂടുതലുണ്ടെന്നേ ഉള്ളൂ. കുഴപ്പമില്ല, അത് ഞാൻ തള്ളിയിട്ടോളാം. ഡാ, നീ അവൾക്ക് കൊടുത്ത ലെറ്റർ എവിടെ? അതമ്മയുടെ കാണും. അവള് തിരിച്ച് നിനക്ക് ലെറ്റർ വലുതും തന്നോ? ഉടനെ തരും. പക്ഷെ എനിക്കൊരു കാര്യം മാത്രം മനസ്സിലായിട്ടില്ല. അവളെന്തോത്തിനാ അവരുടെ പേരൻസിന്റെ കൊടുത്തേ? മോശമായി പോയില്ലേ? എന്തായാലും കൊള്ളാം. ഇനി മേലെ ഈ വക തോന്നിവാസം കാണിച്ചിട്ടുണ്ടല്ലോ, അമ്മയുടെ എൻജോയ് നിന്നായിരിക്കും നിനക്ക് കിട്ടാൻ പോകുന്നേ. കേട്ടല്ലോ? നീ കൂടി വലിയ ആളി അമ്മയതെ. ഞാൻ കാണുന്നുണ്ട് കുറെ ദിവസമായിട്ട് നിന്റെ ഒരുക്കവും ഭാവവും മട്ടൊക്കെ. മര്യാദക്ക് അടയ്ക്കുന്നതിൽ കൂടെ കഴിഞ്ഞോണം. എനിക്ക് നടക്കേണ്ടി വരുത്താതെ കേട്ടോ. അയ്യോ വന്നുണ്ട് കാന്താരി. ചേച്ചി കേശു എന്തായി കാര്യങ്ങളൊക്കെ? എന്തോന്നാവൻ? ഞാൻ അറിഞ്ഞു വിശേഷങ്ങളൊക്കെ. നീ ഒരു പെണ്ണിന് ലവ് ലെറ്റർ കൊടുത്തു, അമ്മയും സ്കൂളിൽ വന്നു, നാണക്കേടായെന്നൊക്കെ പറഞ്ഞു. എന്തായാലും അതൊക്കെ പോട്ടെ. നീ ആർക്കല്ല ലവ് ലെറ്റർ കൊടുത്തേ? അലീന ഫ്രാൻസിന്. എന്റെ അമ്മ ചാത്തിച്ചോ? നീ അവൾക്കാണോ ലവ് ലെറ്റർ കൊടുത്തേ? അവിടെ എന്റെ ക്ലാസ്സിൽ അന്വേഷിച്ച സാധനം. നിനക്ക് വേറെ ആർക്കും ലവ് ലെറ്റർ കൊടുക്കാൻ കിട്ടിയില്ലേ? എനിക്ക് അവള് മതി. എടാ അവള് വേണ്ട, അവൾക്ക് ഭയങ്കര ജാടൊക്കെയാ. എന്തായാലും ഞാൻ ഇതെല്ലാവരും പറയും. പറഞ്ഞാ നിന്നെ കൊല്ലും. കൊന്നാലും കുഴപ്പമില്ല, ഞാൻ പറയും. പോടി പോടാ. അങ്ങോട്ട് വന്നാണ്ടല്ലോ. എന്തായാലും ഞാൻ ജീവിച്ചിരിക്കുമ്പോ നിന്റെ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല. നീ അലീന ഫ്രാൻസിസിനെയും കൊണ്ട് ഈ വീടിന്റെ പടി കയറുന്ന ഞാൻ ഒന്ന് കാണട്ടെ. അവന് വേറെ ഒരുത്തിയും കിട്ടിയില്ല ലവ് ലെറ്റർ കൊടുക്കാൻ. അപ്പൊ കല്യാണം കഴിഞ്ഞ് നാത്തും പോരും തുടങ്ങി. മകൾ കയറി പോയാണ്. എന്റെ കുട്ടുമാമ മാമൻ അറിയോ? ഈ അലീന ഫ്രാൻസിസ് ഭയങ്കര കുഴപ്പക്കാരത്തിയാ. ഞാൻ അവളെ എന്തായാലും കാണുന്നുണ്ട്. അലീന ഫ്രാൻസിസിനെ തൊടാൻ പറ്റില്ല നിനക്ക് കാണാം. അമ്മ എന്ത് പൂർവ്വം കൊണ്ട് നിൽക്കാണ്? എനിക്ക് വിശന്നിട്ട് പോയാ കുറച്ച് പാലെടുത്തേ. കുറച്ചുകൂടെ കഴിയുമ്പോ നെഞ്ചിക്കയറി പൊങ്കാല ഇടും. എന്ത് പറയാം, പിള്ളേരൊരു കാര്യം. കുട്ടികളല്ലേ, എന്ത് ചെയ്യാൻ പറ്റൂല്ലേ? ബാലുവിന് വേണം തല്ലേ. കുട്ടികളുടെ അടുത്ത് ഒരു ശ്രദ്ധയില്ല. ആര് പറഞ്ഞ ശ്രദ്ധയില്ലാന്ന്? ഞാൻ പറയാറുണ്ടല്ലോ, എടാ സ്കൂളിൽ പോടാ, നന്നായിട്ട് പഠിക്കടാന്നൊക്കെ. പഠിക്കാൻ പോണെങ്കിൽ മര്യാദയ്ക്ക് പഠിക്കാൻ പോയിട്ട് വീട്ടിൽ തിരിച്ചു വരാൻ പറയണം. ഞാൻ പറയാറുണ്ടല്ലോ. ആ പ്രിൻസിപ്പൾ ഓരോന്ന് ചോദിച്ചപ്പോ നാണം കെട്ടുപോയി. അയ്യോ, അവര് ചോദിച്ചു അച്ഛൻ എന്തേന്ന്. ചത്തു എന്ന് പറയുന്നത് പറയാൻ പറ്റും? ഇവിടെ ഇലക്ട്രോണിക്സിന് മുന്നിൽ കമന്ന് കിടക്കാന്ന്. നിർത്ത്. ഒരു യുദ്ധം ചെയ്യാനുള്ള മനസ്സൊന്നും എനിക്കിപ്പോ ഇല്ല. നീ ഈ വിഷയം വലുതാക്കി പിള്ളേരെ മനസ്സ് വിഷമിപ്പിക്കരുത്. ഒരു തഞ്ചത്തിലൊക്കെ പറഞ്ഞ് പിള്ളേരെ മനസ്സിലാക്ക്. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. 10 ഗുണം 10 ഗുണം. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? ഞാനൊരു പഴയ താളിയോല കാണിച്ചു തരാം. താളിയോലേ? താളിയോല. അപ്പ പറയും 10 ഗുണം 10 ഗുണമെന്ന്. ഇതാണേ, വായിച്ച് കേൾപ്പിച്ചു തരാം.
My darling. Oh, my darling. I love you. You love me? You know? I know. I am the man wedding you. ഛേ, You are the woman wedding me. I love you more than നിർത്തടി. ഇനിയുണ്ട് കേക്ക്. I love you more than electronics. Your father say no our wedding. I am kill your father. പിന്നെന്താ? You me my liver and liver. എന്ത് നീ എടുത്ത് കളയത്. നീ ഇപ്പോഴും വച്ചേക്കണത്. ഇത് കളയാനുള്ളതല്ലല്ലോ. ഇങ്ങനെ സൂക്ഷിച്ചു കളയാനാണെങ്കിൽ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കോ? പിള്ളേരെ കാണുന്നു. പിള്ളേര് കാണട്ടെ. ഇതെനിക്ക് ഫ്രെയിം ചെയ്ത് വെക്കണം. അടുത്ത് ഫ്രെയിം ചെയ്ത് പോയി. നാണക്കേട് തന്നെ ഇത്. മര്യാദയ്ക്ക് മക്കളെ കാര്യം ശ്രദ്ധിക്കാമെങ്കിൽ ഇങ്ങനെയുള്ള സാധനമൊന്നും ഞാൻ സൂക്ഷിച്ചു വെക്കില്ല. ഇതെന്ന് എഴുതിയത് ഞാൻ? ഇത് പ്രീ ഡിഗ്രി പഠിക്കുമ്പോൾ നിങ്ങൾ എനിക്ക് തന്നതാണ്. വയലിന്റെ കാര്യം വെച്ച് ഓർമ്മയുണ്ടല്ലേ? അപ്പൊ പിന്നെ മക്കൾ ഇപ്പോഴേ കാണിച്ചില്ലേ അത്ഭുതമുള്ളല്ലോ. പിള്ളേരെ കാര്യത്തില് നമ്മൾ സ്ട്രിക്റ്റ് ആണ്. സ്ട്രിക്റ്റ് ആവണം. ഇനിയെങ്കിലും അവിടെ കുത്തിപ്പിടിച്ചിരിക്കാതെ മക്കളെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ നോക്ക്. നിങ്ങൾ ശ്രദ്ധിക്കാത്തോണ്ട് അവനിങ്ങനെയൊക്കെ കാണിക്കണേ. എന്ത് തരില്ല? ഇത് തരില്ല. ഇത് ഞാൻ മക്കളെ കാണിക്കും മര്യാദക്കായില്ലെങ്കിൽ. തരില്ല തരില്ല. അല്ലല്ല, അവിടെ ഞാൻ പറയട്ടെ. അവിടെ ഇരിക്കേ. കളി തമാശ ഇവിടെ കേട്ടപ്പോ തന്നെ എനിക്ക് കേട്ടപ്പോ നാണക്കേടുണ്ടായിരുന്നോ? ഇതുപോലെ തന്നെയാണ് കുട്ടികളുടെ കാര്യത്തിൽ എനിക്ക് നാണക്കേടുണ്ടായിരുന്നു. സത്യം പ്രിൻസിപ്പൽ പറഞ്ഞപ്പോ എനിക്ക് അങ്ങനെ വല്ലാണ്ടായി പോയി. ഇല്ല എന്നാ മേടിക്ക് നാണക്കേട്. അഞ്ചടി 11 ഇഞ്ച് പൊക്കം, നായർ യുവതി MBA-കാരി, 5 അടി 11 ഇഞ്ച്. ഭയങ്കര പൊക്കമാണ്. സമാന്തരക്കാരിൽ നിന്ന് ആലോചന ക്ഷണിക്കുന്നു. സമാന്തരക്കാരാ? അതെന്ത് കാര്യം? ജോലി ശമ്പളം ഒന്നും പ്രശ്നമല്ല, നല്ല കുടുംബക്കാരായിരിക്കണം. ഇങ്ങോട്ട് ഉള്ളതുപോലെ എഴുതിയിട്ടുണ്ട്. ഒന്ന് വിളിച്ചു നോക്കാം മാമേ. നല്ല കുടുംബക്കാരായ മതിയായിരുന്നു. കല്യാണ ആലോചനയാണോ മാമ? മാമന്റെ കാര്യം നോക്കാൻ മാമ മാത്രമല്ലേ ഉള്ളൂ. മാമന്റെ കാശ് വാങ്ങി തന്നെ കുറെ ആൾക്കാരുണ്ട് ഇവിടെ. ഹലോ, ഞാൻ രാവിലെ മാട്രിമോണിയിൽ കണ്ട് വിളിക്കുകയാണ്. പെണ്ണിന്റെ അച്ഛനാണാ? മാമ, ഞാൻ പയ്യനാണ്, ശ്രീകുട്ടൻ. ഉണ്ട്, ജോലിയുണ്ട്. കൃഷി, വാഴ, തെങ്ങ്, പച്ചക്കറി. മലക്കറി കച്ചവടക്കാരന് വേണ്ടേ? അല്ല, ഞാൻ നല്ല തറവാടിയാണ്, നല്ല കുടുംബക്കാരാണ്. തെളിവ് ഒരു കാര്യം ചെയ്യാം. ഞാനേ എൻ്റെ തറവാട് വീട് ഇളക്കി അങ്ങോട്ട് കൊണ്ടുവരാം. താനൊക്കെ ആരുവാ? തൻ്റെ മോളെ കെട്ടാൻ പറഞ്ഞ ജോലി ശമ്പളം ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് എന്തോന്ന്? താൻ തൻ്റെ മോളെ കൊണ്ട് റോഡിൽ ഇറങ്ങി നാടാ. തനിക്ക് എത്ര തന്നുണ്ട് വാ? വലിയ കുടുംബക്കാരും എന്തൊക്കെയാണ്? ശരിയല്ലേ മാമ? മകളെ, ചിലരെ പറ്റി ചിലതൊക്കെ എഴുതി വെച്ചേക്കാം, അതൊന്നും സത്യമല്ല. മാമന് പത്രത്തിലൊക്കെ കണ്ട നമ്പർ വിളിക്കാതെ ഇഷ്ടപ്പെട്ട പിള്ളേരുണ്ടെങ്കിൽ അവരുടെ 2 നമ്പർ ഇട്, അവരും കൂടെ പോരും. മാമ, നമുക്ക് അതൊന്നും വേണ്ട, നമുക്ക് അറേഞ്ച് മാരേജ് മതി. എനിക്ക് അറിയാവുന്നതിന്റെ കയ്യിലെടുപ്പ്. എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. അത് ഞങ്ങൾ കുടുംബക്കാരെ നോക്കിക്കോളാം. നിന്റെ മനസ്സിലിപ്പോ എനിക്കറിയാം. ഞാൻ ഗേഷു ആണെങ്കിൽ എന്റെ മനസ്സിലിപ്പോ നടക്കൂ. ഒന്നല്ലെങ്കിൽ അലീന ഫ്രാൻസിസ്, അല്ലെങ്കിൽ ശിവാനി, ഏതെങ്കിലും ഒരെണ്ണേ വീട്ടിലുണ്ടാവുള്ളൂ. പിള്ളേരൊന്ന് കയറി പോയാണ്. ഇവിടെ മനുഷ്യൻ പെണ്ണ് കെട്ടാതെ വിഷമിച്ചിരിക്കുമ്പോഴാണ് അവരവരെ കളി. അതൊരു ഞാൻ പോവാ.
മതി 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 ഒന്ന് പോവോ അടി ഇല്ല പോ 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 അത് പോ ചേച്ചി എന്റെ മാത്സിന് നോട്ട്ബുക്ക് ഉണ്ടോ? ഇല്ല. എന്റെ ബുക്ക് അവിടെ നോക്കടാ. ഞാൻ നിന്റെ ബുക്ക് എടുത്തന്നല്ലേ ഉള്ളൂ, തിന്നില്ലല്ലോ. നീ പോയി നിന്റെ അലീന ഫ്രാൻസിസിന്റെ ബുക്ക് എടുത്തു. നീ ഇവിടെ കളവൻ കേശു. എന്തോ നാടാ ഇത്? ഈച്ചയും ചക്കരയും പോലെ ഇരുന്ന നിങ്ങളിപ്പോ ഏതൊരു പെണ്ണിന്റെ കാര്യം പറഞ്ഞ അടി ഉണ്ടാക്കുന്ന? എല്ലാ യുദ്ധങ്ങൾക്കും കാരണം പെണ്ണുങ്ങൾ എന്ന് പറയുന്നത് സത്യമാ. എന്ത് നാടേ ഇത്? നമ്മൾ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് അല്ലേ? കമോൺ കൂൾ. ഞാൻ എന്തായാലും ഈ വിഷയത്തിൽ കൂളല്ല. ചേച്ചിക്ക് അറിയോ ചേച്ചി, ആ അലീന ഫ്രാൻസിസിന് ഭയങ്കര ജാടയാ. അവളുടെ വിചാരം അവളാ അത്രയും ഭൂമിയിൽ ഏറ്റവും സുന്ദരി. എന്തായാലും നിന്നെക്കാളും ബ്യൂട്ടി അലീന. ബ്യൂട്ടി. ചേച്ചി നിനക്കൊരു കാര്യം അറിയോ? ഈ അലീനയ്ക്ക് വേറൊരു ലൈൻ ഉണ്ട്. 3rd D പഠിക്കണം നിരഞ്ജൻ. എന്തായാലും ഇവനേക്കാളും നല്ലതാവൻ. ദൈവമേ, ഞാൻ എന്തൊക്കെയാടേ കേക്കുന്നേ? ഞാൻ അന്വേഷിക്കട്ടെ. നീ അന്വേഷിച്ചോണ്ടേയിരിക്കും. ഇവൻ ഈ കാലത്ത് ഒന്നാവുമ്പോണ്ട് ചേച്ചി. എടി എന്തിനടി വെറുതെ എന്നെ വിളിച്ച് കുറ്റം പറയുന്നേ? നീ പോയി അലീന ഫ്രാൻസിസിനെ ഇഷ്ടപ്പെട്ടോ? എന്തായാലും എന്നെ ഇഷ്ടപ്പെടില്ലല്ലോ. ആണേ, എനിക്ക് അലീന ഫ്രാൻസിസിനെ ഇഷ്ടമാ. അതുകൊണ്ടല്ലേ ഞാൻ അവിടെ പുറകെ നടക്കുന്നേ. എന്തായാലും നീ അലീന ഫ്രാൻസിസിന്റെ അടുത്ത് വരുന്നൊന്ന് കാണട്ടെ. അവൾ എന്തായാലും എന്റെ ക്ലാസ്സിലല്ലേ? നിന്റെ ക്ലാസ്സിലാണെങ്കിലേ അവൾ എന്റെ പെണ്ണാ. ഞാൻ വലുതാവുമ്പോ അവളെ തന്നെ കല്യാണം കഴിക്കും, ഉറപ്പടി. നീ എന്തായാലും അലീന ഫ്രാൻസിസിനെ കാണാനായിരിക്കും കാണാമല്ലോ. നിർത്ത്. എന്താ എന്താണ് എന്താ ഇവര് എന്റെ ക്ലാസ്സിൽ അലീന ഫ്രാൻസിസിനോട് ലവ് അത്ര. അതുമല്ലാതെ എന്റെ അലീന ഫ്രാൻസിനോട് കുറ്റം പറയുവാ. പിന്നെ അവൾക്ക് ഭയങ്കര ചാട അത്ര. അതിനൊന്നും പറഞ്ഞാൽ മനസ്സിലാവൂല. എനിക്ക് അവളെ ഇഷ്ടമാ. എന്തായാലും അവളെ ജാടൊക്കെ കളഞ്ഞിട്ട് അവളെ ഞാൻ കിട്ടു. അങ്ങനെയെങ്കിലോ ആ അല്ല കുറ്റമുണ്ടോ? അമ്മ ഇവൻ പറയുന്നത് മുട്ടില്ല. അപ്പത്തേക്കും ലവ്. അമ്മിത് എന്താ ഒരു പെണ്ണിന്റെ പേരും പറഞ്ഞ് 2 പൊരിഞ്ഞതല്ലേ? ആണോ ഇല്ലടാ നിനക്ക്? അതെ, ഞാൻ ചേട്ടനാണെന്ന് നോക്കില്ലട്ടാ. ഞാൻ അലീന ഫ്രാൻസിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇവൻ ചീത്ത ചേട്ടനാ, ഒന്നും പറഞ്ഞ് സംസാരിക്കൂല. എന്ത് പറഞ്ഞാലും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാവും. അതാണ് ഇതാണെന്നൊക്കെ. മതിയാക്ക്. എല്ലാം തുറച്ച് ഹലോ പോലീസ് സ്റ്റേഷൻ. ഹലോ ഹലോ പോലീസ് സ്റ്റേഷൻ. കൊണ്ട് പാടി. നിങ്ങളുടെ കല്യാണം നടക്കുമെന്ന് ഞാൻ നോക്കട്ടെ. പറയണ്ട. നടക്കാത്ത കാര്യങ്ങൾ ചെയ്യുന്ന മൈനെ പാടത്തെ പാവം
മൈനേ നിന്റെ അച്ഛന് വട്ടോ അമ്മയ്ക്ക് ഭ്രാന്തോ ഓ ഞാൻ വിചാരിച്ച കാര്യം നടക്കും കേട്ടാ. പക്ഷെ നീ വിചാരിച്ച കാര്യമില്ലേ, കല്യാണാലോചന, അത് നടക്കാൻ പോണില്ല. നടക്കൂ, നോക്കട്ടെ. ആ നോക്കട്ടെ. ബികോംകാരി, വെളുത്ത് സുന്ദരി, 163 സെന്റിമീറ്റർ പൊക്കം. ഇവിടെ അടുത്താണെന്ന് തോന്നുന്നു. നമ്പർ കണ്ടിട്ട് ഹലോ. ഞാൻ ഇന്ന് രാവിലെ പത്രത്തില് അതെ അതെ, പേര് ശ്രീകുട്ടൻ, കൃഷി ആണോ? അയ്യോ അല്ല അല്ല അല്ല, ഞാൻ എന്ത് പറഞ്ഞാലും അങ്ങനെ ചിരിച്ചു പോകും, അതുകൊണ്ടാണ്. അതെ ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ചേച്ചിയെ വിളിക്കാം. ഒരു സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യണേ. ഹലോ 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 ആ പയ്യനെ ചേച്ചിയാണ്. ആ ജനിച്ചപ്പോഴേ കൃഷി എന്ന് പറഞ്ഞ് ജനിച്ചില്ലേ? ആ സോറി കേട്ടോ, അയാളൊരു മാനസിക രോഗിയാണ്. ആ വിളിക്കാറിയാൻ നോക്കാം. ആ ആ പത്രം നോക്കി ഡെയിലി വിളിയാണ്, അതാണ് ഇപ്പോഴത്തെ ഹോബി. വയ്ക്കണേ വയ്ക്കണേ. ആ പിന്നെ അവർക്ക് കൃഷിയൊക്കെ ഉണ്ട്, കൃഷിക്കാരെ ഭയങ്കര ഇഷ്ടം എന്നൊക്കെയാണ് പറഞ്ഞത്. ചേച്ചി ഒന്ന് സംസാരിച്ചു നോക്ക്. ഹലോ ഹലോ ഹലോ, ഒന്നും കേൾക്കണില്ല. കട്ടായി പോയി. ഹലോ, നേരത്തെ വിളിച്ചില്ലേ? പുള്ളിയുടെ സിസ്റ്ററാ. ജനിച്ചപ്പോഴേ കൃഷി. അയ്യോ അതങ്ങനെയല്ല, അങ്ങനെയല്ല, ചിരിക്കണത് അതവൻ ചിരിക്കൂ. എപ്പോഴും അങ്ങനെയാ. വട്ട നിങ്ങൾ നോക്ക്, ഇതാരുടെ ഇത്? വിളിച്ചപ്പോ നല്ല ആൾക്കാരാന്ന് പറഞ്ഞിട്ട് അവര് പറയാ നിനക്ക് വട്ടാന്ന്. നീ എവിടെ വിളിച്ചത്? കുളം പറയല. അളിയാ സത്യം പറ, ഞാൻ അങ്ങോട്ട് പോയപ്പോ അളിയൻ ഫോൺ എടുത്ത് വിളിച്ചാ? ഞാനാ? എടാ ഇവിടെ റേഞ്ച് കെട്ടാവിടെ. അതാ ഇത്രയും സ്ഥലത്ത് റേഞ്ച് ഇല്ല, റേഞ്ച് കെട്ടാവിടെ. ഈ സ്ഥലത്ത് മാത്രം. ആ നിനക്കെന്താ? അവര് പറഞ്ഞ കറക്റ്റ് തന്നെ, അവന് ഭ്രാന്തി തന്നെ. എന്നാലും അത് അങ്ങനെ അല്ലല്ലോ. വാടാ അവിടെ. നമുക്ക് വേറെ വിളിക്കാം. സിഗ്നൽ വന്ന്, സിഗ്നൽ വന്നടാ. വെച്ചു കേശു ശിവ മക്കളെ വാ. മുടിയാ? ഓ മുടിയല്ലല്ലോ, അവനും കൂടെ വേണമായിരുന്നു. വാടാ മക്കളെ, സിഗ്നൽ വന്ന്. ഇപ്പൊ നോക്കിയോ, ഗേറ്റ് തനിയെ തുറക്കണാണ്. നോക്കിയോ, അച്ഛന്റെ പരീക്ഷണം വിജയിക്കാൻ പോവാണ്. കൈ അടിച്ചോണം. അവിടെ എങ്ങും ഒന്നുമില്ല ബാലു. ഞാൻ നോക്കിട്ട് വരട്ടെ. അത് കിടന്നാണ്. നോക്ക്, അത് കാറ്റടിച്ചു പറഞ്ഞത്.